പാലക്കാട് നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ ഭാഗമായി ട്രയൽ റൺ പൂർത്തിയായി. SPG, കേരള പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ട്രയൽ റൺ നടത്തിയത്. മേഴ്സി കോളേജ് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് ട്രയൽ റൺ നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ ആലത്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായിട്ട്. അരുൺ, വലിയൊരു ആവേശം തന്നെയല്ലേ പാലക്കാട് കാണാൻ കഴിയുന്നത്? പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ എത്തുന്നു. നാളെ പാലക്കാട് തീർച്ചയായും രജനി, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം രാജ്യസേവകൻ വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ, അത് പാലക്കാട്ടേക്ക് എത്തുമ്പോൾ വലിയ ആവേശം തന്നെയാണ്. ഇതിനോടകം തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വരവിനോടനുബന്ധിച്ച് രാവിലെ ഒരു 10:30 പോലീസിൻ്റെയും SPGയുടെയും ഒക്കെ നേതൃത്വത്തിൽ ട്രയൽ റൺ നടത്തിയത്. പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന മേഴ്സി കോളേജ് ഗ്രൗണ്ട് മുതൽ ഈ ഒരു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമാപിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് ട്രയൽ റൺ നടത്തിയത്. ട്രയൽ റണ്ണിനോടനുബന്ധിച്ച് വലിയ സുരക്ഷാ പരിശോധനകളും മറ്റുമൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അഞ്ചുവിളക്ക് ജംഗ്ഷൻ, ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നാളെ ആരംഭിക്കുക. 10 മണിക്ക്, കൃത്യം 10 മണിക്ക് ഹെലികോപ്റ്റർ, ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി 10:30 ഈ അഞ്ചുവിളക്ക് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചുവിളക്കിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരപരിധിയിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ BJPയുടെ കൊടിതോരണങ്ങളൊക്കെ കെട്ടി അലങ്കരിക്കുന്നുണ്ട്. രാജ്യസേവകൻ്റെ ഈ ഒരു റോഡ് ഷോ വലിയ ആവേശത്തോടു കൂടെയാണ് പാലക്കാട്ടുകാർ, കേരളീയർ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ BJP പ്രവർത്തകരിലും അണികളിലുമൊക്കെ വലിയ ആവേശം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്, പാലക്കാട്ടേക്ക് എത്തുമ്പോൾ ഉള്ളത്. പാലക്കാട് മണ്ണാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വളക്കൂറുള്ള മണ്ണാണ്. ആ വളക്കൂറുള്ള മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ ആവേശം സൃഷ്ടിക്കുക മാത്രമല്ല, വലിയ മുന്നേറ്റം നടത്താനും പാലക്കാട് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോയമ്പത്തൂരിൽ വൈകുന്നേരം ആ പരിപാടിയിൽ ഇതേ സമാന രീതിയിലൊരു റോഡ് ഷോ സംഘടിപ്പിക്കുന്ന ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ റോഡ് ഷോയിൽ അവസാനിച്ചതിന് ശേഷം കോയമ്പത്തൂർ തന്നെ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ ആയിരിക്കും പാലക്കാട്ടേക്ക് എത്തുക എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും സുരക്ഷാ പരിശോധനകളൊക്കെ രാവിലെ മുതൽ തന്നെ നിരവധി തവണ നടത്തിക്കഴിഞ്ഞു. DIG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ പരിശോധനകളും മറ്റുമൊക്കെ നടത്തുന്നത്. ഈ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണമുണ്ട്. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഇതുവഴി കടത്തിവിടുന്നുണ്ട്. നാളെ രാവിലെ മുതലായിരിക്കും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 2000-ലേറെ പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിലേതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയോട് അനുബന്ധിച്ച് വലിയ സുരക്ഷ തന്നെ പാലക്കാട് നഗരത്തിൽ എമ്പാടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ നാളത്തെ ഈ പ്രചാരണ പരിപാടിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ഒപ്പം തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ C. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം തന്നെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം തന്നെ പൊന്നാനി, മലപ്പുറം ഭാഗത്തെ സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ പരിപാടിയുടെ ഭാഗവാക്കായി ഇവിടെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വികസിത കേരളം, മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ആ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് തന്നെയാണ് BJP ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ തുടക്കം കുറിക്കുന്ന ആദ്യ പരിപാടിയാണിത്. ആ ആദ്യ പരിപാടിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നുള്ളത് ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇത്തവണ ഏതായാലും 400 സീറ്റ് നേടാൻ കഴിയും BJPക്കും NDAയ്ക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ, പ്രതിപക്ഷ പാർട്ടികൾക്ക് തന്നെ ഒരു തർക്കവുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ പരമാവധി സീറ്റുകൾ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നും എടുക്കുക എന്നുള്ളത് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടർച്ചയായി കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ എത്തി വലിയ പ്രചാരണ പരിപാടികൾ നടത്തുന്നു എന്നുള്ളത്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായ, BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ട് എന്നുള്ളത് എല്ലാവരും, പ്രതിപക്ഷ പാർട്ടികൾ പോലും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ മോദി പ്രഭാവത്തിൽ പാലക്കാട് ഉൾപ്പെടെ ഇത്തവണ താമര വിരിയിക്കുക എന്നുള്ളത് തന്നെയാണ് BJP. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ. നാളെ പാലക്കാട് പടുകൂറ്റൻ റോഡ് ഷോ, വിപുലമായ സജ്ജീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.